ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 74-ാമത്തെ ശ്ലോകം നോക്കാം. മനസശ്ചാജയാൽ ലോഭാത് ദംഭാത് പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് കലികാലത്തിൽ ഓരോന്നിനും എങ്ങനെയൊക്കെയാണ് ഈ മോക്ഷത്തിലേക്കുള്ള സാധനകൾക്ക് എങ്ങനെയാണ് ക്ഷയം സംഭവിച്ചത് എന്നാണ് ശ്രീ നാരദ മഹർഷി പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്ത ഇനി പറയുകയാണ്, മനസ്സശ്ചാജയാ ലോഭാദംഭാത്. ഇവിടെ കുറച്ച് വലിയൊരു പദമാണെങ്കിലും നമുക്കത് ചെറിയ പദങ്ങളായിട്ട് അർത്ഥം നോക്കാം. മനസ്സശ്ച അജയാത്, മനസ്സിനെ അജയാത് ജയിക്കുവാൻ അല്ലെങ്കിൽ അടക്കുവാൻ കഴിയാത്തതുകൊണ്ട്, മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ട്, അതുപോലെ ലോഭാത് എന്നാൽ ലോഭം കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട്, അതുപോലെ ദംഭം എന്നാൽ മതം, അഹങ്കാരം കൊണ്ടും, പിന്നെയോ പാഖണ്ഡ സംശ്രയാത്. പാഖണ്ഡന്മാർ എന്ന് പറഞ്ഞാൽ മതദ്വേഷികളായിട്ടുള്ളവരാണ്. സത്യത്തിൽ ഈ വിശ്വാസികളെക്കാൾ കൂടുതൽ ഈശ്വരനെ തേടുന്നത് ഈ മതദ്വേഷികളായിട്ടുള്ളവരാണ്. കാരണം അവർ സദാ തങ്ങളുടെ ഈ ഒരു തത്വത്തെ, തങ്ങളുടെ ഈ ഒരു വിശ്വാസത്തെ, ഈശ്വരനില്ല എന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരുടേതിനെ മുറിവേൽപ്പിക്കാൻ വേണ്ടി സദാ അവർ തേടിക്കൊണ്ടിരിക്കുന്നതും, സർവമതങ്ങളുടെയും തത്വം ഒരേ ഒരു ചൈതന്യമാണെന്നിരിക്കെ, ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഏകമായ ആ ഈശ്വരനാണെന്നിരിക്കെ, അവർ സദാ തേടിക്കൊണ്ടിരിക്കുന്നത് ആ ഈശ്വരനെയാണ്, ആ ഭഗവാനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മതദ്വേഷികളായിട്ടുള്ള പാഖണ്ഡ സംശ്രയാത്, മതദ്വേഷികളുമായി സംശ്രയാത് എന്നാൽ അവരോട് ചേർന്നിട്ടുള്ളതുമായ, അവരുമായിട്ടുള്ള സംസർഗം കൊണ്ടും, ശാസ്ത്ര അനഭ്യസനാച്ചൈവ, ശാസ്ത്ര അനഭ്യസനാത് ച ഏവ. ഇങ്ങനെ നമുക്ക് ചെറിയ 4 വാക്കുകളെ പിരിച്ചുകൊണ്ട് പറയാം. ശാസ്ത്ര എന്നാൽ ശാസ്ത്രങ്ങളെ, ഈ മോക്ഷ സാധനയ്ക്കുതകുന്ന, മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാധനകളിൽ ഒന്നാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെയും. ഇതിലൂടെ ആ ഭഗവത് സാരത്തെ, ആ തത്വത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ സ്വയം ഉയർത്തുന്നത്. അപ്പോഴാണ് ഈ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഈ ബാഹ്യമായ മറ്റ് വിഷയരസങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കാതെ അതിൻ്റെയൊക്കെ അഭദ്രമായ അവസ്ഥ നമുക്ക് ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ നരസിംഹാവതാരം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഭക്തപ്രഹ്ലാദന് അന്ന് മുനിമാരില്ലാത്ത സമയം തങ്ങളുടെ ഗുരുക്കന്മാർ അവിടെ നിന്നും ആ ആശ്രമത്തിൽ അവർ ദൂരേക്ക് നീങ്ങുമ്പോൾ അവരുടെ അസാന്നിധ്യം എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടോ അപ്പോഴൊക്കെ തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു കുട്ടികളെ വിളിച്ചിരുത്തി ഈ ശ്രീ ഭക്തപ്രഹ്ലാദൻ പഠിപ്പിച്ചു കൊടുക്കുമത്രേ ആ ഭക്തിസാര തത്വത്തെ, ആ ഭഗവത് സാരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമത്രേ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇതം അഭദ്രം, ഈ കാണുന്നതെല്ലാം അഭദ്രമാണ്, ഇതെല്ലാം നശിക്കുന്നതാണ്. ഇതൊന്നും ഭദ്രം എന്നുള്ളതിന് മംഗളം എന്നൊരർത്ഥം കൂടി എടുത്താൽ ഇതെല്ലാം അമംഗളകരമാണ്. കാരണം ഈ ചുറ്റിനും കാണുന്ന ഇതൊക്കെ തന്നെയാണ് നമുക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അമംഗളമാണ്, അഭദ്രമാണ്. അപ്പോൾ ഈ ഒരു ശാസ്ത്രത്തെ
അറിയുന്നതിലൂടെയാണ്, ഈ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ഈ ഒരു തത്വം നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടുന്നത്. ഇവിടെ ശാസ്ത്ര അനഭ്യസനാത്, അത് വേണ്ട വിധത്തിൽ അഭ്യസിക്കാതെയും ച ഏവ എന്നാ പറഞ്ഞ, അത് ഒട്ടും തന്നെ ഈ ശാസ്ത്രങ്ങളെ ഒന്നും വേണ്ട വിധത്തിൽ ഒട്ടും തന്നെ അഭ്യസിക്കാതിരിക്കുന്നത് കൊണ്ടും ധ്യാനയോഗ ഫലം, ഈ ധ്യാനയോഗത്തിൻ്റെ ഫലവും ഗതം എന്നാൽ പോയി അഥവാ ഇല്ലാതെയായി. അപ്പോൾ ഈ ധ്യാനയോഗത്തിൻ്റെ ഫലം ഇല്ലാതെയാവാൻ കാരണം തന്നെ മനസ്സിനെ വേണ്ട വിധത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല. കാരണം മനസ്സ് അത്യാഗ്രഹം കൊണ്ടും അഹങ്കാരം കൊണ്ടും, ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കാരണം നമുക്കറിയാം, അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയാലും തൃപ്തിയാകാത്ത അവസ്ഥയാണ് അത്യാഗ്രഹം. വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്ന ഒരവസ്ഥ. പൂന്താനം തിരുമേനി പാടിയതുപോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. എന്നാൽ അവിടെ കൊണ്ടും നിൽക്കുമോ? പിന്നെ 1000 കിട്ടിയാലും തൃപ്തിയാകാത്ത മനുഷ്യ മനസ്സ്. അപ്പോൾ അങ്ങനെ ഈ അത്യാഗ്രഹങ്ങൾക്ക് പിന്നെ പോകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആഗ്രഹവുമാകാം. സ്ഥാനമാനങ്ങളും സാമ്പത്തികം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നേട്ടങ്ങൾക്ക് പിന്നാലെ പായുമ്പോഴും നമ്മൾ നേടിയെടുക്കുന്ന ഓരോ നേട്ടവും നമ്മളിലൊരു അഹങ്കാര ഭാവത്തെ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് ഈ അത്യാഗ്രഹം കൊണ്ടും അഹങ്കാരം കൊണ്ടും മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ ആവാത്ത വിധത്തിൽ അതങ്ങനെ പായുകയാണ്. കടിഞ്ഞാണില്ലാതെ പായുന്ന ഒരു കുതിരയെ പോലെയാണത്. അതിനെ അങ്ങോട്ട് ജയിക്കാൻ കഴിയുന്നില്ല മനസ്സിനെ. വീണ്ടും വീണ്ടും മനസ്സിൽ ആഗ്രഹങ്ങളും അഹങ്കാരവും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പാഖണ്ഡ സംശ്രയത്തിലേക്ക് എത്തിച്ചേരാനാവും. കാരണം അവർക്ക് ഈ അത്യാഗ്രഹവും അഹങ്കാരവുമായി നടക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ ശാസ്ത്രങ്ങളെ അഭ്യസിക്കാനും മനനം ചെയ്യാനും അതിൻ്റെ തത്വത്തെ അറിയാനും അല്ലെങ്കിൽ ഗ്രഹിക്കാനും ഉള്ള ക്ഷമയോ സമയമോ ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതകാലത്തിലെ ഓരോ നിമിഷവും അവർ ഈ ഒരു അത്യാഗ്രഹത്തിൻ്റെ പിന്നാലെ പായുകയാണ്. അപ്പോൾ അങ്ങനെ ശാസ്ത്രം വേണ്ട വിധത്തിൽ അഭ്യസിക്കാത്തത് കൊണ്ട് തന്നെ ആ സത്തയെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ഇതുപോലെയുള്ള മതദ്വേഷികളുമായി വളരെ പെട്ടെന്നവർ കൂട്ടുചേരുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ധ്യാനയോഗത്തിൻ്റെ ഫലവും ഇല്ലാതെയായി പോകുന്നു ഈ കലിയുഗത്തിൽ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. മനസ്സശ്ചാജയാ ലോഭാദ് ദംഭാത് പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം. ഇനി നമുക്ക് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മനസ്സശ്ചാജയാലോഭാത് ദംഭാത്, അവിടെ അജയാതാണ്. അതുകൊണ്ട് മനസ്സശ്ചാജയാത് അജയാതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മനസ്സശ്ചാജയാലോഭാത് ദംഭാത്, അവിടെ ദായൊക്കെ കൂട്ടക്ഷരമായതുകൊണ്ട് കഴിയുന്നത്ര കട്ടിയിൽ ആ ദ വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ ശാസ്ത്രാനഭ്യസനാച്ചൈവ, അവിടെ അനഭ്യസനാണ്. അതുകൊണ്ട് അവിടെയും അകാരം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി പാഖണ്ഡ സംശ്രയ അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ വായിക്കാൻ പറ്റും. ധ്യാനയോഗ ഫലം അതൊക്കെ ഈ 2 വരികളാണ്. ആദ്യത്തെ പാദത്തിലെയും രണ്ടാമത്തെ വരിയിലെയും
ആദ്യത്തെ വാക്കുകൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. അത് നമ്മൾ ചെറിയ പദങ്ങളായി പിരിച്ചു പറയുന്നതുകൊണ്ട് അത് ചേർത്ത് വായിച്ച് പരിശീലിക്കുക. ഹരേ കൃഷ്ണ.